ഡ്രസ്സ്. ഇതാണ് മമ്മി. അപ്പോൾ ഞാനിപ്പോൾ ജിമ്മിൽ വന്നിട്ട് തല കുളിച്ചുള്ളൂ. അതാണ് തല ഇങ്ങനെ ഇരിക്കണേ. ചിരിക്കട. അപ്പുറത്തുള്ളതാണ് ധന്യൻ ജോസഫ് ഇദ്ദേഹത്തിൻ്റെ, മറ്റേത് വിശുദ്ധ മറന്തേസ്യാമ്മയുടെ. ഇത് മറന്തേസ്യാമ്മയുടെ ഈ അവിടെ മുറിയുണ്ടല്ലോ, മറന്തേസ്യാമ്മ മരിച്ച റൂം, ആശീർവദിച്ച വിവാഹങ്ങള്, അങ്ങനെ കുട്ടികളില്ലാത്തവര് ചെയ്തിരുന്ന ഷെൽഫ്, അതൊക്കെ ഇത് കാരണമാണ് മറന്തേസ്യാമ്മ ഇരിക്കാൻ കാരണം. ഇത് ആ മരല്ലേ, അത് വിദ്യാർത്ഥിയച്ഛൻ നട്ടത്. ഇങ്ങനെ നടക്കുക ചെയ്യാറ്. അത് എന്തിനാന്നറിയത്തില്ല. ഇത് ഇപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി അവിടെ ചെരുപ്പൂരി ഇങ്ങനെ വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ യൂസ് ചെയ്തിരുന്ന കാളവണ്ടിയാണത്. പണ്ടത്തെ കാളവണ്ടികളില്ലേ, അതാണിത്. ഇതൊക്കെ മറ്റേ വിദ്യാർത്ഥിയച്ഛൻ, ധന്യ വിദ്യാർത്ഥിയച്ഛൻ യൂസ് ചെയ്ത സാധനങ്ങളാണ്. കുർബാന ചെല്ലാൻ യൂസ് ചെയ്തത്, പണ്ടത്തെ കുർബാന ചെല്ലാനുള്ള സാധനങ്ങൾ. പിന്നെ ആളുടെ വസ്ത്രങ്ങൾ, ആൾ യൂസ് ചെയ്തിരുന്ന കുർബാന ചെല്ലാൻ യൂസ് ചെയ്തിരുന്ന മറ്റേ വസ്ത്രങ്ങൾ, ഇതൊക്കെ വസ്ത്രങ്ങളാണ് ആൾ യൂസ് ചെയ്തിരുന്നത്. പിന്നെ ആൾ യൂസ് ചെയ്തിരുന്ന ഓരോ സാധനങ്ങൾ, പിന്നെ ആളുടെ തിരുശേഷിപ്പ്, ആൾ യൂസ് ചെയ്തിരുന്ന പെട്ടി, ബൈബിള്, അങ്ങനെ ആൾ യൂസ് ചെയ്തിരുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ മ്യൂസിയം പോലെ ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാവരും വന്ന് കാണണം. നല്ലൊരു നമുക്ക് അനുഭൂതിയാണ്. കാരണം ധന്യനായ ഒരു ജോസഫ് അച്ഛൻ യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ നമുക്കിങ്ങനെ വന്ന് കാണാൻ പറ്റുന്ന ഒരു അനുഭൂതിയല്ലേ. 12 വർഷം പഴക്കമുള്ളതാ. ആൾ യൂസ് ചെയ്തിരുന്ന കസേരകൾ, ടേബിളുകൾ മ്യൂസിയത്തിലേക്ക് വന്നു. ഇതാണ് മറന്തേസ്യാമ്മയുടെ മ്യൂസിയം. ഞാനിങ്ങനെ മറന്തേസ്യാമ്മ വിളിക്കുന്നത് എൻ്റെ ഒരു കസിനും കൂടി ആയതുകൊണ്ടാണ് മറന്തേസ്യാമ്മയെന്ന് വിളിക്കണേ. വിശുദ്ധ മറന്തേസ്യാമ്മ എന്നാണ് പറയേണ്ടത് ശരിക്കും. വിശുദ്ധ മറന്തേസ്യാമ്മയുടെ മ്യൂസിയമാണ്. ഫുൾ സാധനങ്ങൾ, ആൾ യൂസ് ചെയ്തിരുന്ന ഫോട്ടോകൾ, ആളുടെ വസ്ത്രങ്ങൾ, ആൾ മുൾമുടി കൊണ്ട് ഒരു ഡ്രസ്സ് ഉണ്ടാക്കിയത് ഇടാറുണ്ട്. ദൈവത്താൻ വന്നിട്ട് പരീക്ഷിക്കണത് ഒക്കെ ഇതാണ്. ഇത് ആൾക്ക് 5 പഞ്ചശതങ്ങൾ ഉണ്ടായതാണ്. മറന്തേസ്യാമ്മയുടെ അമ്മയുടെ ഒരു സ്റ്റാച്ചു ആണ് ഇത്. ജോലികളിലൊക്കെ അമ്മേനെ സഹായിക്കണ. ഹായ് ഗൈസ്, ഞാൻ അപ്പം മറന്തേസ്യാമ്മയുടെ കോൺവെൻറ്റില്ലേ കുഴിക്കാട്ടുശ്ശേരി, അവിടേക്ക് പോവാണ്. മമ്മിയുടെ കൂടെ പോകണം. ഞങ്ങൾ ആഴ്ചയിൽ പോകാറില്ല, മാസത്തിലൊക്കെ ഇങ്ങനെ പോവാറുണ്ട്. അങ്ങനെ അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് കാണാം. മമ്മിയും കൂടി വരുന്നുണ്ട്. മമ്മിയും കൂടി എടുത്തിട്ട് നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം. ഇതാണ് എൻ്റെ ഡ്രസ്സ്. അപ്പോൾ മമ്മി വരുന്നുണ്ട് പോവാൻ. ഇതാണ് മമ്മി. അപ്പോൾ ഞാനിപ്പോൾ ജിമ്മിൽ വന്നിട്ട് തല കുളിച്ചുള്ളൂ. അതാണ് തല ഇങ്ങനെ ഇരിക്കണേ. മമ്മി അതെ ഇപ്പോൾ മമ്മിയായിട്ട് ഞങ്ങൾ പോവാണ്. അപ്പോൾ ചിരിക്കട. അപ്പോൾ ഞങ്ങൾ പോവാണ്. അപ്പോൾ അങ്ങനെ ഇപ്പം ഇറങ്ങാൻ പോവാണ്. മുടി എങ്ങനെ ഇരിക്കണമെന്ന് എന്താണെന്ന് വെച്ചാൽ ഞാൻ ജിമ്മിൽ വന്നിട്ട് കുളിച്ചിട്ട് ഇപ്പം ഇറങ്ങിയുള്ളൂ. അതുകൊണ്ടാണ് മുടി ഇങ്ങനെ ഇരിക്കണേ. അപ്പോൾ ഇവിടെ ഒരാൾ ഹെൽമെറ്റൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോവാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ പോണ വഴിക്ക് ധന്യൻ ജോസഫ് വിദ്യാർത്ഥിയച്ഛൻ്റെ ദീപശിഖ പ്രയാണം കണ്ടു. അപ്പോൾ ഞാനത് വീഡിയോ എടുത്തതാണ്. ഇതാണ് ദീപശിഖ പ്രയാണം പോണത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഇതാണ് അത് കാണുന്നതാണ് ഈ കുടുംബ നവീകരണത്തിൻ്റെ ധ്യാനമൊക്കെ നടക്കണ സ്ഥലം, ആ നീല കളറ്. അത് കഴിഞ്ഞിട്ട് പള്ളിയിലെത്തി. ഇതാണ് മറന്തേസ്യാമ്മയുടെ കബീരണം. അപ്പുറത്തുള്ളതാണ് ധന്യൻ ജോസഫ് ഇദ്ദേഹത്തിൻ്റെ, മറ്റേത് വിശുദ്ധ മറന്തേസ്യാമ്മയുടെ. ഇത് മറന്തേസ്യാമ്മയുടെ ഈ അവിടെ മുറിയുണ്ടല്ലോ, മറന്തേസ്യാമ്മ മരിച്ച റൂമാണത്. ലാസ്റ്റ് മരിച്ചു കിടന്ന റൂം. പിന്നെ മറന്തേസ്യാമ്മയുടെ ഈ പഞ്ചശതൊക്കെ ഉണ്ടായ ചട്ടയില്ലേ, ആ ചട്ടയാണത്. പഞ്ചശ സംഭവിച്ചിരുന്നപ്പോൾ ഉള്ള ചട്ടയിൽ രക്തക്കറകളൊക്കെ ഇപ്പോഴും ഇതുണ്ട്. അത് ഫ്രെയിം ചെയ്ത് ഇങ്ങനെ വെച്ചേക്കാണ്. ഇത് പഴയ മറ്റേ ആദ്യമായിട്ട് നമ്മളിങ്ങനെ കളറിടില്ലേ, അതാണത്. അങ്ങനെ ആളങ്ങനെ മരിച്ചപ്പോൾ കിടന്ന റൂമാണ് ഇതൊക്കെ. അങ്ങനെ ഇതിപ്പോൾ റിന്യൂവേറ്റ് ചെയ്താണ്ട് ഇങ്ങനെ വെച്ചേക്കാണ്. എല്ലാവരും ഇങ്ങനെ വരുമ്പോൾ സന്ദർശിക്കാൻ വേണ്ടി. ഇതൊക്കെ എന്ന് വെച്ചാൽ മറന്തേസ്യാമ്മ ഇങ്ങനെ അത്ഭുതങ്ങളും ഒക്കെ നടത്തിയത് ഇങ്ങനെ
സുഖപ്പെടുത്തിയത്. പിന്നെ ജോലി ലഭിക്കാത്തവർക്ക് പിന്നെ ദൈവം ആശീർവദിച്ച വിവാഹങ്ങൾ, അങ്ങനെ കുട്ടികളില്ലാത്തവർ, അങ്ങനെയൊക്കെ അനുഗ്രഹിച്ചതിൻ്റെ ഒക്കെ ഇങ്ങനെ ഫോട്ടോകൾ ഇങ്ങനെ വെക്കണതാണ്. പിന്നെ മലയന്തരസ്യാമ അങ്ങനെ മറ്റേ അവിടെ ഇതോടൊപ്പം ജീവിച്ചിരുന്ന റൂമാണ്. ഇതിങ്ങനെ റെനോവേറ്റ് ചെയ്ത് ഇങ്ങനെ മലയന്തരസ്യാമയുടെ ഫോട്ടോ, ഈശോയുടെ ഫോട്ടോ ഇങ്ങനെയൊക്കെ വെച്ചേക്കണതാണ്. ഈ മലയന്തരസ്യാമയുടെ റൂമിലേക്ക് പോകാനും മുന്നേ മലയന്തരസ്യാമയുടെ സ്റ്റാച്ചു അങ്ങനെയൊക്കെ വെച്ച് ഇതൊക്കെ റിനോവേറ്റ് ചെയ്തെടുത്തതാണ്. ഇങ്ങനെ വെച്ച് മലയന്തരസ്യാമ സ്റ്റാച്ചു. ഇതാണ് റൂം. ആളുടെ യൂസ് ചെയ്തിരുന്ന കട്ടില്, പിന്നെ ആൾ യൂസ് ചെയ്തിരുന്ന ഷെൽഫ്, അതൊക്കെ. ഇത് കട്ടില്, ഒരു ചെറിയ കട്ടിലല്ലേ, പണ്ടത്തെ കട്ടിലൊക്കെ ഇങ്ങനെയായിരുന്നു ഉണ്ടാവുമല്ലേ. പിന്നെ ഇത് ആൾ യൂസ് ചെയ്തിരുന്ന ഷെൽഫാണ്. പണ്ടത്തെ അമ്മമാരുടെ ഒക്കെ കയ്യിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഷെൽഫ്. അങ്ങനെ ഇത് മലയന്തരസ്യാമയുടെ ഒരു സ്റ്റാച്ചു വെച്ചേക്കണത്. ഇങ്ങനെയാണ് ശരിക്കും മലയന്തരസ്യാമ ഇരിക്കണമെന്ന് പറയണേ. പിന്നെ ഇതെന്ന് പറയുന്നത് തുമ്പൂർ മഠത്തിൽ വെച്ച് മലയന്തരസ്യാമയുടെ കാലിൽ വീണ കാസ്ട്രിക്കല്ലാണ്. ഇത് കാരണമാണ് മലയന്തരസ്യാമ ഇരിക്കാൻ കാരണം. ഇത് വീണിട്ട് ആൾക്ക് ഷുഗർ ഉണ്ടായിരുന്നു. അപ്പോൾ ഷുഗർ ഉള്ളവർക്ക് അങ്ങനെ പൊട്ടാനൊന്നും പാടില്ലല്ലോ. അങ്ങനെയാണ് ആൾ മരിച്ചത്. ഇത് മലയന്തരസ്യാമയുടെ ജനല. അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ ഉള്ളിലേക്ക് കയറി. ഇത് മലയന്തരസ്യാമയുടെ സൈഡിൽ ഇങ്ങനെ ഇതാണ്. ഞങ്ങൾ പണ്ട് ഇവിടെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇവിടെ വരാറുണ്ട്. ഇത് മലയന്തരസ്യാമയുടെ കോൺവെന്റ് ആണ്. ഇവിടെയാണ് നമ്മൾ ഇത് നടക്കുന്നത്, ധ്യാനമൊക്കെ. ഇതൊക്കെയാണ് അവിടുത്തെ പരിസരം. ആ മരയില്ലേ, അത് വിദ്യാർത്ഥിയച്ഛൻ നട്ടത മാവാണത്. ഇതാണ് ഇതൊക്കെ പരിസരമൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പണ്ടത്തെ സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് ഇങ്ങനെ വരണത് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് ഉച്ചയ്ക്ക് ഇങ്ങനെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ പണ്ടേ മുതൽ ഞാനിങ്ങനെ ചെരുപ്പിടാണ്ട് അവിടെ ചെരുപ്പ് ഊരി വെച്ച് ഇതുപോലെ ഇങ്ങനെ നടക്കുക ചെയ്യാറ്. അത് എന്തിനാണെന്നറിയത്തില്ല ഒരു ഇത്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി അവിടെ ചെരുപ്പ് ഊരി ഇങ്ങനെ വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഇപ്പോൾ പക്ഷെ ഞങ്ങൾ ചെറുപ്പത്തിൽ ഞങ്ങൾ റിനോവേറ്റ് ഒക്കെ ചെയ്തു കണ്ട അവിടെ ഒരു ആരാധന ശാപ്പിൽ. ഇനി ഇതെന്ന് പറയുന്നത് ധന്യ വിദ്യാലയത്തച്ഛൻ്റെ ഇതാണ്, ആളുടെ ഒരു താമസിച്ചിരുന്ന സ്ഥലം. അങ്ങനെയൊക്കെ ഒരു ദീപികാരുണാലയം എന്നാണ് ഇതിന് പറയണത്, സ്മൃതി ഭവനവും. അതാണിത്. ആൾ താമസിച്ചിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ആൾ യൂസ് ചെയ്തിരുന്ന കാളവണ്ടിയാണത്. പണ്ടത്തെ കാളവണ്ടികളില്ലേ, അതാണിത്. ആളിതിൽ നിന്നിട്ടാണ് ആളിവിടെ നിന്നിട്ടാണ് എല്ലാ വീടുകളിലേക്കൊക്കെ യാത്ര ചെയ്യാറുള്ളത്. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി. കാരണം പണ്ടത്തെ ഒരു ഇത് ഫീൽ ചെയ്യുന്നു ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ. അങ്ങനെ മലയന്തരസ്യാമയുടെയും കുടുംബൈശ്വര്യത്തിൻ്റെയും പിന്നെ വിദ്യാർത്ഥിയച്ഛൻ്റെ ഒക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഞാൻ മുന്നേ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കത് പുതിയൊരു സ്ഥലമല്ല. ഇതൊക്കെ മറ്റേ വിദ്യാർത്ഥിയച്ഛൻ, ധന്യ വിദ്യാർത്ഥിയച്ഛൻ യൂസ് ചെയ്ത സാധനങ്ങളാണ്. കുർബാന ചെല്ലാൻ യൂസ് ചെയ്തത്, പണ്ടത്തെ കുർബാന ചെല്ലാനുള്ള സാധനങ്ങൾ. പിന്നെ ആളുടെ വസ്ത്രങ്ങൾ, ആൾ യൂസ് ചെയ്തിരുന്ന ഇത്, കുർബാന ചെല്ലാൻ യൂസ് ചെയ്തിരുന്ന മറ്റേ വസ്ത്രങ്ങൾ. ഇതൊക്കെ വസ്ത്രങ്ങളാണ് ആൾ യൂസ് ചെയ്തിരുന്നത്. പിന്നെ ആൾ യൂസ് ചെയ്തിരുന്ന ഓരോ സാധനങ്ങൾ, പിന്നെ ആളുടെ തിരുശേഷിപ്പ്, ആൾ യൂസ് ചെയ്തിരുന്ന പെട്ടി, ബൈബിള്, അങ്ങനെ ആൾ യൂസ് ചെയ്തിരുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ മ്യൂസിയം പോലെ ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാവരും വന്ന് കാണണം. നല്ലൊരു നമുക്ക് അനുഭൂതിയാണ്. കാരണം ധന്യനായ ഒരു ജോസഫ് അച്ഛൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമുക്കിങ്ങനെ വന്ന് കാണാൻ പറ്റുന്ന ഒരു അനുഭൂതിയല്ലേ. അങ്ങനെ ആൾ യൂസ് ചെയ്തിരുന്ന തൊപ്പി, പണ്ടത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ തൊപ്പി വെച്ചിരുന്ന ആൾക്കാരല്ലേ, അതുപോലെ തൊപ്പി. അങ്ങനെ ആളുടെ തിരുശേഷിപ്പുകളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ പെട്ടി, ബൈബിള്, പെട്ടികൾ, അങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പെട്ടികളൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യാറില്ലേ, ഇത് ഇങ്ങനെ ആളുടെ ഓരോ ബുക്കുകൾ അങ്ങനത്തെ ഒക്കെ. ഇത് കുർബാന ചെല്ലണ വസ്ത്രങ്ങൾ. ഇത് പണ്ടത്തെ സ്റ്റെയർ കേസ് പോലത്തത്.
ആൾ യൂസ് ചെയ്യുന്ന കസേര, പിന്നെ ആളുടെ ഫസ്റ്റ് ഇത് കല്ലറ, മമ്മിയും കാണിച്ചത് കല്ലറയാണ്. ആൾ യൂസ് ചെയ്തിരുന്ന വീൽ ചെയർ, വയസ്സായപ്പോൾ വീൽ ചെയർ യൂസ് ചെയ്തിരുന്നത്, ആൾ യൂസ് ചെയ്തിരുന്ന കസേരകൾ, കുമ്പസാരക്കൂട്, അങ്ങനെ ആളുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഇവിടെ ഇരിപ്പുണ്ട്. 42 വർഷം പഴക്കമുള്ളതാണ്. ആൾ യൂസ് ചെയ്തിരുന്ന കസേരകൾ, ടേബിളുകൾ, പിന്നെ ആൾ യൂസ് ചെയ്തിരുന്ന കട്ടിൽ. ഇതാണ് ധന്യ ജോസഫ് ഇല്ലത്തച്ഛൻ. 42 വർഷമായിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ മൊത്തം ഇങ്ങനെ ഏതൊക്കെ പള്ളിയിൽ അച്ഛൻ പോയിട്ടുണ്ട്, എവിടെയൊക്കെ ധന്യ ജോസഫ് ഇല്ലത്തച്ഛൻ ഇരുന്നിട്ടുണ്ട്, അതിൻ്റെ ഒക്കെയുള്ള ഹിസ്റ്ററികളാണ് പിന്നെ ഇവിടെ ഉള്ളത്. പിന്നെ ആളുടെ മരിച്ചപ്പോൾ ഉള്ളത്, ഫാദർ ജോസഫ് സെറിമണി, മരിച്ചപ്പോൾ ഉള്ള സെറിമണി. അങ്ങനെ ഞങ്ങൾ മറേന്ദ്രസ്യാമ്മയുടെ, വിശുദ്ധ മറേന്ദ്രസ്യാമ്മയുടെ മ്യൂസിയത്തിലേക്ക് വന്നു. ഇതാണ് മറേന്ദ്രസ്യാമ്മയുടെ മ്യൂസിയം. ഞാനിങ്ങനെ മറേന്ദ്രസ്യാമ്മ എന്ന് വിളിക്കുന്നത് എൻ്റെ ഒരു കസിനും കൂടി ആയതുകൊണ്ടാണ് മറേന്ദ്രസ്യാമ്മയെന്ന് വിളിക്കണേ. വിശുദ്ധ മറേന്ദ്രസ്യാമ്മ എന്നാണ് പറയേണ്ടത് ശരിക്കും. വിശുദ്ധ മറേന്ദ്രസ്യാമ്മയുടെ മ്യൂസിയമാണ്. ഫുൾ സാധനങ്ങൾ, ആൾ യൂസ് ചെയ്തിരുന്ന ഫോട്ടോകൾ, ആളുടെ വസ്ത്രങ്ങൾ, ആളിങ്ങനെ ത്യാഗം ചെയ്ത രോമക്കുപ്പായങ്ങൾ ഒക്കെ കിട്ടുമായിരുന്നു. അങ്ങനെ രോമക്കുപ്പായങ്ങൾ, പിന്നെ ആൾ യൂസ് ചെയ്തിരുന്ന മുൾമുടി, അതൊക്കെ, കണ്ണടകൾ, പുസ്തകങ്ങൾ, ആൾ യൂസ് ചെയ്തിരുന്ന ഇങ്ങനെ ദൈവത്തിന് വേണ്ടി ഇങ്ങനെ ചാട്ടി കൊണ്ട് അങ്ങനെ അടിക്കാറൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത്, പിന്നെ ആൾ യൂസ് ചെയ്യുന്ന ഫോട്ടോകൾ, ക്ലോക്ക്, അതേ പണ്ടത്തെ ക്ലോക്ക്, പലകകൾ, പിന്നെ ഇതാണ് ആളുടെ പണ്ടത്തെ വീടായിരുന്നത്. പിന്നെ അത് നമ്മൾ അന്ന് ഒരു വീഡിയോ ഇട്ടുണ്ടായില്ല, അത് റിനോവേറ്റ് ചെയ്തതാണ് ഇതൊക്കെ ഇപ്പോഴത്തെ. ഇത് ആളുടെ യൂസ് ചെയ്തിരുന്ന വസ്ത്രങ്ങളാണിത്. പണ്ട് മുണ്ടും ചട്ടയും മുണ്ടൊക്കെ അല്ലേ എടുക്കാറ്, അതാണിത്. ഇതൊക്കെ ആൾ മുൾമുടി കൊണ്ട് ഒരു ഡ്രസ്സ് ഉണ്ടാക്കിയത് ഇടാറുണ്ട് ദൈവത്തിന് വേണ്ടി. അത് ഇത് കണ്ട, ഇത് ഫസ്റ്റത്തെ ഞാൻ എൻ്റെ വല്യപ്പച്ചൻ്റെ ഇതാണ്, വല്യപ്പച്ചൻ്റെ മോനാണ്. ആള് വാഴ്ത്തപ്പെട്ടവളായപ്പോൾ റോമിക്ക് പോയിട്ടുണ്ടായിരുന്നു. വിശുദ്ധിയായപ്പോൾ എൻ്റെ അമ്മയ്ക്കും പോകാൻ പറ്റിയായിരുന്നു. അങ്ങനെ ഇത് വാഴ്ത്തപ്പെട്ടവളാക്കിയത് ഇതൊക്കെയാണത്. ഇത് ഏകാന്തപാലത്ത് വെച്ച് മറേന്ദ്രസ്യം 3 കൂട്ടുകാരികളുണ്ടായിരുന്നു. അപ്പോൾ 2 കൂട്ടുകാരികളും ആളും കൂട്ടിയാണ് ഏകാന്തഭവൻ സ്റ്റാർട്ട് ചെയ്തതൊക്കെ. ശരിക്കും ഇതൊക്കെ വന്ന് കണ്ട് ഇതേണ്ട ഒരു ഇത് തന്നെയാണ്. പിന്നെ മറേന്ദ്രസ്യാമ്മയുടെ മറ്റേ മുൾമുടി ധരിപ്പിക്കണത് ദൈവം. ഇത് മറേന്ദ്രസ്യാമ്മയുടെ ദൈവം ഇതേണതാണ് പരീക്ഷിക്കണത്, സാത്താൻ വന്നിട്ട് പരീക്ഷിക്കണത് ഒക്കെ ഇതാണ്. ഇത് ആൾക്ക് 5 പഞ്ചക്ഷതങ്ങൾ ഉണ്ടായതാണ്, കയ്യുമ്മേ അങ്ങനെ പഞ്ചക്ഷതങ്ങൾ ഉണ്ടായതാണ്. ദൈവത്തിൻ്റെ ഹൃദയം കൊടുക്കണതാണത്. ഇതൊക്കെ ഇങ്ങനെ ഓരോ സ്റ്റാച്ചു ആണ്. ആളുടെ ചെറുപ്പത്തിലത്തെ ആൾ വളർന്നു വന്നത്, അതങ്ങനെയൊക്കെ സ്റ്റാച്ചു ആണ്. ഇതാളുടെ കല്ലറ തുറന്നപ്പോൾ ഉണ്ടായത്. പിന്നെ ഇത് ആളുടെ ചെറുപ്പത്തിലത്തൊക്കെ കാര്യങ്ങൾ, എനിക്ക് മാതാവിനെ മതി, അങ്ങനെയൊക്കെ ഇതുള്ളത്. ഇത് അമ്മ മറേന്ദ്രസ്യാമ്മയുടെ അമ്മയുടെ ഒരു സ്റ്റാച്ചു ആണ്. ഇത് ജോലികളിലൊക്കെ അമ്മേനെ സഹായിക്കണ, മറ്റു കുട്ടികൾ കളിക്കുമ്പോൾ അമ്മേനെ സഹായിക്കണ കുഞ്ഞു മറിയം. ഇത് സഹോദരനെ അടിക്കാൻ പോകുമ്പോൾ അപ്പനോട് അടിക്കണ്ട അവനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ശാസിച്ചാൽ മതി. ഇത് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് കുഞ്ഞു മറിയം. ഇത് പുത്തഞ്ചിറ പള്ളി കണ്ട ഞാൻ എൻ്റെ പള്ളിയാണത്. ഇത് മറേന്ദ്രസ്യാമ്മ പള്ളിയിലേക്ക് അമ്മയുടെ കൈ പിടിച്ച് പള്ളിയിലേക്ക് പോണതാണത്. ഇത് ദൈവത്തിന് വേണ്ടി കുഞ്ഞുമറിയം കല്ലിൽ മണലിൽ പ്രാർത്ഥിക്കണത്, മറ്റേ കൂട്ടുകാരന്മാർക്കും ദൈവത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണത്. അങ്ങനെ മറേന്ദ്രസ്യാമ്മ ഒരു സ്റ്റാച്ചു ആണിത്. അങ്ങനെ ഞങ്ങളിത് ഫുൾ കണ്ടു. അപ്പം ഞങ്ങൾ രണ്ടുപേരും
പോവുകയാണ്. ഇത് കഴിഞ്ഞു. ബൈ.